വന്നിട്ട് ഈ ഡോർ മൊത്തം അടിച്ച് പൊളിച്ചതാണ്. ഇതും പൊട്ടിച്ച് ഇത് മൊത്തം പൊളിച്ചതാണ്. അല്ല, രാത്രി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ട് നടന്നിട്ടും അവരെ കൂക്കിയിട്ടും വിളിച്ചിട്ടും ഒന്നും അവരിങ്ങോട്ട് ശ്രദ്ധ വെക്കുന്നില്ല. ആരോടെ പറയണ്ടേ? ദൈവത്തിനോട് നമ്മളെ പറയണ്ടേ? വിളിച്ചാലും പറഞ്ഞാലും ഒരു ഉത്തരവാദിത്തം വേണ്ടേ? അവർ ഒരു 2 മാസത്തെ പൈസ അടക്കാനില്ല ഉണ്ടായിട്ട് അത് അവർ വന്നിട്ട് മീറ്റർ അടക്കം ഊരിക്കൊണ്ടുപോയി, സപ്ലൈവയർ അടക്കം ഊരിക്കൊണ്ടാണ് പോയത്. കറണ്ട് ഇല്ല. ഒരുത്തനെ അടിച്ച് നിലത്തിട്ട് ഓൻ ആശുപത്രി കിടക്കുന്നു. 2 പേരെ കൊന്നിട്ട് 2 ആഴ്ചയായിട്ടില്ല. ഇപ്പം പരാക്രമണം നടക്കുകയാണ്. ഈ ആനയുടെ പരാക്രമം. ഇല്ലാത്ത മൃഗങ്ങൾ വളരെ കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ. പന്നിയായാലും മാലാനായാലും മാനായാലും മയില്, കുറുനരിയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു വഴിവിളക്കിന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ആ ഭാഗത്തേക്ക് ആരും മനസ്സ് വെച്ചിട്ടുമില്ല. പോർച്ചുകാരും ബാച്ചർമാരും ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് ആന തിരിഞ്ഞ് ഇങ്ങോട്ട് പോകും. പോർച്ചുകാരും ബാച്ചർമാരും അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആന തിരിഞ്ഞ് ഇങ്ങോട്ട് വരും. വന്നിട്ട് ഇത് ഇതിലേക്കൂടെ ഇങ്ങനെ കയറിയത്, ഈ വേലി പൊളിച്ചത്. ഇതിനിട്ട് ഓരോ അടിയടിച്ചിന് ഈ കൊന്നയ്ക്ക്. എന്നിട്ട് അത് വന്ന മൂച്ചിനെ ഇത് വലിച്ചു പറിച്ച് മൊത്തം മറിച്ചിട്ടല്ല. അതായത് നമ്മുടെ പിന്നെ 7-ാം ബ്ലോക്കില് 3-ാം നമ്പർ പ്ലോട്ട്, അതിൽ കുറെ നാളായി നിങ്ങൾ ഊരിക്കൊണ്ട് പോയിട്ട്, കറണ്ട് ഊരിക്കൊണ്ട് പോയിട്ട് ഒന്ന് പുനഃസ്ഥാപിക്കാൻ എന്താ ചെയ്യേണ്ടത് സാറേ? നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിലാണ്. ആർളം ഫാമിലാണെന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കാരണം ആർളം ഫാം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചാനലിൽ കാണിച്ചിട്ടുള്ള ഒരു വിഷയങ്ങളിലൊന്നാണ് ആർളം ഫാമിലെ വന്യമൃഗ പ്രശ്നം, അതായത് ആനയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ. ആർളം ഫാം എന്താണെന്ന് അറിയത്തില്ലാത്തവർക്കായിട്ട്, ആർളം ഫാം എന്ന് പറഞ്ഞാൽ ഒരു പുനരധിവാസ മേഖലയാണ്, ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. 30,000 കുടുംബങ്ങളെ ഇവിടെ സെറ്റിൽമെൻറ്റിൽ ഇങ്ങനെ പാർപ്പിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും ഓരോ ഏക്കർ സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ താമസം വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 1500-ൽ താഴെ ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം കാട്ടാന തന്നെയാണ്. 80 ആനകളെയൊക്കെ ഒരുമിച്ച് തുരത്തുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത്രത്തോളം കാട്ടാനകൾ ഈ ഒരു ആർളം ഫാമിൻ്റെ ഈ ഒരു പ്രദേശത്ത് തന്നെയുണ്ട്. ആനയുടെ പ്രശ്നം കൊണ്ട് നിരന്തരം ബുദ്ധിമുട്ടുന്ന ഒരു ജനവിഭാഗം തന്നെയാണ് ആർളത്തുള്ളത്. ഏറ്റവും അടുത്ത് നമ്മൾ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ കണ്ടതാണ് ഒരു ദമ്പതികളെ കാട്ടാന അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അത് 13-ാം ബ്ലോക്കിലാണ്. അതിനുശേഷമുള്ള ആ ഒരു പ്രശ്നവും വലിയ സമരവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാം നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ കാണിച്ചു തരാം. ഒത്തിരി ആളുകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. വീട്ടിൽ തന്നെ കൂടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തോടെ പറയേണ്ട ഒരു വിഷയം കൂടെയുണ്ട്. അതായത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. വ്യാഴാഴ്ച ഒരു ആളെയും കൂടെ കാട്ടാന ആക്രമിച്ചിരിക്കുകയാണ്. ആ ഒരു വിവരം ഇന്നലെയാണ് പുറത്തു വന്നതെങ്കിലും സംഭവം നടന്നത് മിനിഞ്ഞാന്ന് വൈകിട്ടാണെന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. ആർളം ഫാമിൽ 3-ാം ബ്ലോക്കിൽ ഒരു ചെത്ത് തൊഴിലാളിയാണ്, TK പ്രസാദ് എന്നു പേരുള്ള ഒരു ചെത്ത് തൊഴിലാളിയാണ് ഇതേപോലെ കാട്ടാനയുടെ ആക്രമണത്തിൽ പെട്ടത്. ആന അദ്ദേഹത്തെ ചുരുട്ടി എറിയുമായിരുന്നു എന്നൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. ഗുരുതര പരിക്കാണ് അദ്ദേഹത്തിനുള്ളത്. വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, താടിയെല്ല് ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ പരിക്കുണ്ട്. കണ്ണൂർ മിംസിൽ വെന്റിലേറ്ററിലാണ് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇതുപോലെ ആളുകളുടെ നേരെയും വീടുകളുടെ നേരെയും കൃഷി സ്ഥലങ്ങളുടെ നേരെയൊക്കെ ഈ ആർളത്തിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്, കാട്ടാനയുടെ ആക്രമണം തന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് 7-ാം ബ്ലോക്കിലാണ്. 7-ാം ബ്ലോക്കിലെ കഴിഞ്ഞ രാത്രി കാട്ടാന നടത്തിയ ആ ഒരു ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിനി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതാണ് 7-ാം ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ കാണുന്ന റോഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറുന്ന ഈ ഭാഗത്തൊക്കെ വീടുകളുള്ള പ്രദേശങ്ങളാണ്. ഈ വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള വീടുകളാണ് ഇവിടെയുള്ള എല്ലാവർക്കും വെച്ച് കൊടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ വീടുകളാണ്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോയിൽ നമ്മൾ പറയുന്ന കേട്ടാണ് 2-2.5 ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെയുള്ള വീടുകളാണ് ഇവിടെ ആളുകൾക്കായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത്തരം വീടുകളിലാണ് ഈ ആദിവാസി ആളുകളെയൊക്കെ ഇങ്ങനെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ വീടാണ് ഇത്തരത്തിൽ കാട്ടാന തകർത്തിരിക്കുന്നത്. നമുക്ക് ഏതായാലും അവരോട് തന്നെ സംസാരിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജിത്തു. ഇത് എപ്പോഴാണ് ആന ഇവിടെ വന്നു?
ഇന്നലെ 11-12 ഇടക്ക് ആന വന്നത്. നമ്മൾ രാത്രി നമ്മൾ ഭക്ഷണം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വെച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണം വെച്ചിട്ട് നമ്മൾ എല്ലാം പെറുക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേനും ഷീറ്റ് വന്ന് പിടിച്ച് വലിച്ച് കളഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് പാന അകത്ത് കയറി ഈ സാധനം പെറുക്കി അകത്ത് വെച്ച് അകം രണ്ടും പൂട്ടിക്കളഞ്ഞ് അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള വാതിലുകൾ. അതായത് നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ളപ്പോൾ തന്നെ ആന വന്നു? ഓഹോ, അത്ര രാത്രി നിങ്ങളപ്പോൾ ഇവിടെ പുറത്തുണ്ടായിരുന്നു? നമുക്ക് പുറത്തങ്ങനെ ആവുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ രണ്ടാൾ കൂക്കി വിളിച്ചു. കാടുമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അവരെയും വിളിച്ചു പാഞ്ഞും വന്നിട്ട് നോക്കുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനാവുന്നില്ല. ഇത് ആന ഈ വീട് ചുറ്റുന്നു. ഓ, ഇതിൻ്റെ ചുറ്റും നടക്കുക. ഓഹോ, എത്ര ആന ഉണ്ടായിരുന്നു? ഒറ്റയാ, കൊമ്പനാ. ഇത് എന്നിട്ട് അതിലെ കൂടി ഈ ഷെഡും പൊളിച്ചിട്ട് അതിലെ കൂടി കയറിയിട്ട് ഈ അടുക്കള വാതിലിൻ്റെ ഒരു കുറച്ച് ഭാഗം തുമ്പിക്കൈ കൊണ്ട് ഉരച്ച് അത് വലിച്ച് പറിക്കുന്ന. അതിലെ കയറിയപ്പോൾ നിങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരിക്കും. ശരീരം മൊത്തം വറുക്കുകയും ചെയ്തു. പിന്നെ രാത്രിക്ക് ചോറും തിന്നിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല. എന്നിട്ട് അത് കുറച്ച് അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേനാണ് ഞാൻ എൻ്റെ ഭാര്യേനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. എങ്ങോട്ടാ ഓടിയേ? മേലെ വീട്ടിലെ ഒരു വീട്ടിലെ ഇറയത്ത് നമ്മളെ മരുമൻ്റെ വീട്ടിൽ പോയി അവിടെ ഓൻ്റെ ഇറയത്താടെ ഇരുന്ന് നേരം വെളുക്കുന്നവർ. നേരം വെളുത്ത് 5 മണിയായപ്പോഴത്തേനും ഈൻ്റെ ചോട്ടിൽ ആനയാണ്. ഈൻ്റെ ചോട്ടിൽ ഈ മരം പിടിച്ച് കുലുക്കിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പൂ തികച്ചു ആ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഇതിന്റെ ഈ പൂ കുലുക്കി. അതെന്തിനാ? അത് ആടെ പോയി ഒളിച്ചു നിന്നതാ. അങ്ങനെ ഇങ്ങൊന്നും മരം കാണും ഇതിന്റെ ചോട്ടില്ല സംഭവം. ഇവിടെ ഇതാണ് കുലുക്കിയത്. ഇത് ഈ കണിക്കൊന്ന കൊന്നല്ലേ? കൊന്ന മൊത്തം പൂത്ത് നിൽക്കുവല്ലേ? പൂത്ത് നിൽക്കുക. അത് കുലുക്കി ചാടിച്ചാണത്? കുലുക്കി ചാടിച്ചത്. ഇത് ഇന്ന് രാവിലെ പുലർച്ചക്ക് ചെയ്തതാ ഇത്. ഓഹോ, കുത്തിയതിന്റെ പാടുണ്ടത്തേല് ഇത് പിടിച്ചതാ. ഇവിടെ പിടിച്ചതാ ഇത് നടുക്കിന്. തുമ്പിക്കൈ കൊണ്ടല്ലേ? എന്നിട്ട് കുലുക്കിയായിരിക്കും അല്ലേ? കുലുക്കിയതാ. അവിടെ മണ്ണ് കാണാം കേട്ടോ, ചെറിയൊരു നിറ വ്യത്യാസം. ഇത് വെളുപ്പിന് 5 മണിയായപ്പോൾ. അപ്പം 5 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു? ഇന്ന് രാവിലെ 5 മണി വരെ. നിങ്ങൾ അങ്ങോട്ട് പോകാൻ തോന്നിയത് നന്നായില്ലേ? മറ്റേ മുകളിലേക്ക് പോയത് ഈ വീട്ടിലേക്കാ? വീട്ടില്. അവിടെ അപ്പോൾ ബാക്കിയുള്ള ആള് ആ വീട്ടിലൊക്കെ ആളുള്ള അല്ലേ? ആ വീട്ടിലെല്ലാം ആളുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റുപാടും നടത്തേ. ഇതിൻ്റെ ചുറ്റുപാട് ഈ 3 ഏക്കർ സ്ഥലത്തിൻ്റെ ചുറ്റുപാടും ആന നടത്തിയായിരുന്നു ഇന്നലെ. ആണല്ലേ? ഈ വീട് പൊളിച്ചെന്ന്, അതെ, ഷെഡ് പൊളിച്ചെന്ന് കാണിച്ചു. ഷെഡ് അത് ഈ കല്ല് എടുത്ത് എറിഞ്ഞതാ. ഇത് തുമ്പിക്കൈ കൊണ്ട് ഈ തൂണ് വലിച്ചു പറിച്ചിട്ട്. ഇതാണ് പൊളിച്ചേ? ഈ തൂണ് വലിച്ചു പറിച്ച് അത് ആ തൂണും പൊട്ടിച്ച് ഈ കല്ലും വലിച്ചു പറിച്ച് മൊത്തം. എന്നിട്ട് ഈ മണ്ണ് കഷ്ണം എടുത്തിട്ട് പുറത്തിനിട്ട് എറിഞ്ഞായിരുന്നു. എൻ്റെ പുറത്തേക്ക്. എന്നിട്ട് ഞാൻ അന്നേരത്തിന് ഈ ഷെഡിലുണ്ടായിരുന്നു. ഓടി കയറിയത് ഇവിടെ എത്തി. എവിടുന്നാ വന്നത്? ഇതിങ്ങനെ അത് വന്ന ചാലാന്നത്. വന്നിട്ട് ഇത് ഈലേ കൂടെ ഇങ്ങനെ കയറിയത്. ഇങ്ങനെ കയറി പോയിട്ടാണ് ഇതിങ്ങനെ കറങ്ങി ഈ വേലി പൊളിച്ചത്. എന്നിട്ടാണ് ഈലേ കൂടെ വന്നത്. ഇതിനിട്ട് ഓരോ അടിയടിച്ചിന് ഈ കൊന്നക്ക്. അതാ ഈ പാട് അല്ലേ? ദേഷ്യം വന്നിട്ട് അടിച്ചതാ. എന്നിട്ട് ആ വന്ന മൂച്ചിനെ തന്നെ ഇത് വലിച്ചു പറിച്ച് മൊത്തം പറിച്ചിട്ടല്ലേ? ഈ ഷീറ്റ് മേടിച്ചിട്ട് അധികം ആയിട്ടില്ല. ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാ. ഇതിൻ്റെ ഉള്ളിൽ ചൂട് കാരണം ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുകയടുപ്പ് ആയതുകൊണ്ട് പുകയിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പറയുന്നത് ശരിയാട്ടോ. ഈ വാർക്കയുടെ കട്ടി മാത്രം നോക്കിയാൽ മതി. തീരെ കട്ടിയില്ലാത്ത വാർക്കയാണ്. അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട്. ഇതിപ്പോൾ എന്നിട്ട് അവിടുത്തെ പരിപാടിയും കഴിഞ്ഞിട്ട് വന്നത് ഈടെയാ. വന്നിട്ട് ഈ ഡോർ മൊത്തം അടിച്ച് പൊളിച്ചതാണ്.
ഓ ഇതും പൊട്ടിച്ച്. ആ ഇത് മൊത്തം പൊളിച്ചതാ ഇടൂ. ഓ ഇന്ന് ചെയ്തത്? ആ ഇത് എന്നിട്ട് ഞാൻ വള്ളിയിട്ട് കെട്ടിയിട്ടാണ് ഇത് അടച്ചത്. അതെ. അങ്ങനെയുള്ളത് സംഭവം. എൻ്റെ ഉള്ളിലാണ് കടന്നുറങ്ങേണ്ടത്. പേടിച്ചിട്ട് എങ്ങനെ ജീവിക്കൂല ഇവിടെ? പേടിച്ചിട്ട് ജീവിക്കുന്ന സ്ഥലം സർക്കാർ ഒരു സ്ഥലം തന്നു, അതിങ്ങനെയായി. ഇഷ്ടം പോലെ ആദായങ്ങൾ വെച്ച് പിടിപ്പിച്ച സ്ഥലങ്ങളത് ഇതൊക്കെ അല്ലേ? ഇപ്പൊ കാട് പിടിച്ച പോലെ കാട് പിടിച്ച പോലെയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മടുത്ത് ഞാൻ ചുറ്റും നോക്കിയാൽ ആയിട്ട് ഒന്നുമില്ല. തരിശു ഭൂമി പോലെ ആയിട്ടോ ഒന്നുമില്ല. ഇതിങ്ങനെ ഒരു കുടിവെള്ളത്തിന് തന്നെ അങ്ങ് പോകണം താഴെ. നിങ്ങൾക്ക് ഇവിടെ കുടിവെള്ളവും ഇല്ല? കുടിവെള്ളവും ഇല്ല. ഈ സ്ഥലം കെട്ടിയിട്ട് തന്നെ 20 വർഷം. 20 വർഷമായി നിങ്ങൾക്ക് ഈ സ്ഥലം കെട്ടിയിട്ട്? ഇപ്പോൾ 2025 ഇനി ഇതിനകത്ത് ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു സംവിധാനം ഇന്ന് വരെയായിട്ടും ഇവിടെ ജലനിധിൻ്റെ ഒരു പദ്ധതി ഇവിടെ ഒരു ആദിവാസികൾക്ക് ഇവിടെ ഇല്ലാന്താനും ഈ ആദിവാസികൾ ആടെ ഈടെയിലൊക്കെ ഓരോ കുണ്ടും മാന്തി കുഴിച്ചിട്ടാണ് കുറച്ച വെള്ളം കുടിക്കുന്നതും. ഈടെയുള്ള സർക്കാരുകൾ ഈ കാര്യങ്ങൾ ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. നമ്മൾ പറയുമ്പോഴത്തേന് ഊന്ന് വെക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ അവരാ മറക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇത് ചെയ്തു വെക്കുന്നത്. എന്നിട്ട് നമ്മളെ പേരും പറഞ്ഞിട്ട് ഓരോരോ ആനുകൂല്യങ്ങൾ കിട്ടും. ആദിവാസികളുടെ പേരും പറഞ്ഞു കീശ വീർപ്പിക്കാനും പിടിപ്പിക്കാനും ഓരോ ആൾക്കാർ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നായാലും കയറി വന്നു കഴിഞ്ഞാൽ അവരവരെ കാര്യം കഴിഞ്ഞങ്ങ് പോവും. പിന്നെ പറഞ്ഞാലും പിടിച്ചാലും ഞമ്മക്കൊന്നുമില്ല. ഇങ്ങനെ കൈമലത്തി കാണിക്കും. ഇവിടെ പിന്നെ പുറവശത്തെ വാതിലും ഇതാക്കിയിട്ടുണ്ട്. പുറവശത്തെ വാതിൽ ഇത് തുമ്പികയും കൊണ്ട് വരച്ചതായത്. ഇതിൻ്റെ അകത്ത് കയറിയില്ല? ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറി ഈടെ കയറി നിന്ന് എന്നിട്ടാണ് ഇത് ആദ്യം പൊളിച്ചത്. സാധന അതൊക്കെ പൊളിച്ച് അങ്ങനെ പൊളിച്ചല്ലേ? തുറക്കാൻ നോക്കിയായിരിക്കും അല്ലേ? ഇത് മൊത്തം ഇതാക്കിയതാ. ഇതിലെ കൂടിയാണ് കയറിയത്. എന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് ഇതും ചെയ്തത്. ആണല്ലേ? എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി. എന്നിട്ട് ഇതിലെ ഇങ്ങനെ ഇവിടം വരെ വന്നിട്ട് ഈ മാവും പിടിച്ച് കുലിക്കായിരുന്നു. ഇതിലല്ലേ? ഇതെല്ലാം അത് ചവിട്ടി വന്നതാ, അത് ഇറങ്ങി വന്നതാ. പിന്നെ അതിലെ കൂടി കയറിപ്പോയി അങ്ങോട്ടേക്ക്. അതെല്ലാം അങ്ങോട്ടേക്ക് കയറിപ്പോയതാണ്. ആ മരത്തിൻ്റെ അപ്പുറത്തോട്ട് വേലി പൊളിച്ചിട്ട് കയറിപ്പോയതാണ്. രാത്രി മൊത്തം ഇവിടെ ഇതിലെങ്ങനെ ഉണ്ടായിരുന്നല്ലേ? രാത്രി മൊത്തം ഇതിൻ്റെ ഉള്ളിലായിരുന്നു. മാമ്പഴം തിന്നാൻ വേണ്ടിട്ടാ? മാമ്പഴം തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെല്ലാം തിന്നിട്ട് വന്നതാ മൊത്തം. റോഡിൻ്റെ അക്കരയെന്ന് ഒരു കശുവണ്ടി പോലും കിട്ടാത്ത അവസ്ഥ. കശുവണ്ടി പോലും ആകെ ഉള്ളത് വെച്ചിട്ടും പിടിച്ചിട്ടും ബാക്കിയുള്ളതാണ് ഇത്. അതും എടുത്ത് അനുഭവിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എല്ലാ കാര്യത്തിലും ഒരു ഉത്തരവാദിത്തം വേണമെന്ന് മന്ത്രി ആയാലും കളക്ടർ ആയാലും മുഖ്യമന്ത്രി ആയാലും എല്ലാ കാര്യത്തിനും ഒരു സുരക്ഷിതത നമുക്ക് ഈ പാവങ്ങൾക്ക് ഈ ആർലം ഫാമിൻ്റെ ഉള്ളിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അതിനുള്ള ശക്തിയും ബലവും ഉണ്ടാവണം. ഇവിടുന്ന് പിന്നെ നേരെ എങ്ങോട്ടാ പോയേ? ഇവിടുന്ന് നേരെ ഈലെ 5 മണിക്ക് ഇറങ്ങിയിട്ട് ഈലെ കൂടി അങ്ങോട്ടൊക്കെ കടന്നത്. വീണ്ടും അങ്ങോട്ട് തന്നെ പോയാ? വീണ്ടും അങ്ങോട്ടാണ് പോയത്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്താ സ്ഥിതി എന്ന് കണ്ടാലേ ദൈവത്തിന് മാത്രമേ അറിയാം. ആ വീട്ടിലൊക്കെ എന്തെങ്കിലും ആ വീട്ടിൽ തന്നെ പറഞ്ഞത് അതിലെ കൂടി കയറിയിട്ടെന്നാ അങ്ങനെ. അവിടെ എന്തെങ്കിലും കളഞ്ഞോ? അവിടെ ഒന്നും പോയിട്ടൊന്നും ഉണ്ടാവില്ല. വേലിയെല്ലാം പൊളിച്ചിട്ടുണ്ടാവും. അവര് പടക്കം പൊട്ടിച്ച് ചാടുന്നുകൊണ്ട് ഡബറിന്റെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും തോന്നുന്നു. നിങ്ങൾ അപ്പം ഫോറസ്റ്റുകാരെ വിളിച്ച് അറിയിച്ചായിരുന്നോ? ഫോറസ്റ്റുകാർ അവർ രാവിലെ വന്നുള്ളൂ. രാത്രി വന്നില്ല? ഇന്നലെ രാത്രി അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ട് നടന്നിട്ട് അവരെ കൂക്കിയിട്ടും വിളിച്ചിട്ടും ഒന്നും അവരിങ്ങോട്ട് ശ്രദ്ധ വെക്കുന്നില്ല. അവർ റോഡ് മേലെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി എടുത്ത് 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. അവർ പോസ്റ്റുകാരും ബാത്റൂംമാരും ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് ആന തിരിഞ്ഞ് ഇങ്ങോട്ട് പോകും. അങ്ങ് പോസ്റ്റുകാരും ബാത്റൂംമാരും അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആന തിരിഞ്ഞ് ഇങ്ങോട്ട് വരും. ഇതായിരുന്നു ഇന്നലെ രാത്രിത്തെ സ്ഥിതികൾ. ആരോടെ പറയേണ്ടത്? ദൈവത്തിനോട് നമ്മൾ പറയേണ്ടത്.
വിളിച്ചാലും പറഞ്ഞാലും ഒരു ഉത്തരവാദിത്തം വേണ്ടേ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടെ നല്ല ഉത്സാഹത്തോടെ ഉണർവോടെ ഇവിടെ സുരക്ഷിതത കിട്ടണം. എന്നെങ്കിൽ മാത്രമേ പാവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുള്ളൂ. അല്ലെങ്കിൽ കൊന്ന് മണ്ണടിക്കും കാട്ടാനക്കൂട്ടങ്ങൾ. കഴിഞ്ഞ ദിവസം കൂടെ ഒരാളെ ചെത്തുതൊഴിലാളിയിലെ ഒരാളെ ആക്രമിച്ചല്ലേ? ഇവിടെ ഈ 13-ാം ബ്ലോക്കിൽ തന്നെ ഒരു ലീലേനെയും രണ്ടുപേരെ അതിപ്പോൾ 2 ആഴ്ചയിലേ അവരെ 2 ആളെയും കൊന്നിട്ട് അത് 2 മണിക്ക് രാവിലെ 2 മണിക്ക് അണ്ടി വെക്കാൻ പോയ സമയത്തിനാണ് അവരെ 2 ആളെയും ചവിട്ടി കൊന്നത്. നിങ്ങൾ വീട്ടിൽ എത്ര പേരാ ഉള്ളത്? എൻ്റെ ഈ വീട്ടിൽ പിന്നെ മക്കൾ എല്ലാമായിട്ട് നമ്മൾ എൻ്റെ മക്കൾ 6 മക്കളും അമ്മയും അച്ഛനും പിന്നെ അതിൻ്റെ ശേഷപ്പെട്ടവരും. നിങ്ങൾ 8 പേര് ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇല്ല, അവരെല്ലാം കല്യാണം കഴിഞ്ഞ് പോയതാ. അങ്ങനെ. ഇപ്പോൾ വീട്ടിൽ എത്ര പേരുള്ള? ഇപ്പോൾ 2 ആൾ. 2 പേരല്ലേ? നിങ്ങൾ ഒറ്റയ്ക്ക്? നമ്മൾ 2 ആൾ, ഭാര്യയും ഭർത്താവും മാത്രം. ഇവിടെയാണെങ്കിൽ കറണ്ട് ആയിട്ടുണ്ടെങ്കിൽ അവർ ഒരു 2 മാസത്തെ പൈസ അടക്കാനില്ല ഉണ്ടായിട്ട് അത് അവർ വന്നിട്ട് മീറ്റർ അടക്കം ഊരിക്കൊണ്ട് പോയി. സപ്ലൈ വയർ അടക്കം ഊരിക്കൊണ്ടാണ് പോയത്. അവിടെ നിന്നാണ് കറണ്ട്. കറണ്ടില്ല? ഇല്ല, വെട്ടവും കറണ്ടും ഒന്നുമില്ല. നിങ്ങളെ മീറ്റർ ഊരിക്കൊണ്ട് പോയോ? അതാണ് ആ മീറ്റർ വെട്ടി അവിടെ ഉള്ളത്. ഇവിടെ ജീവിക്കാൻ ഒരു മാർഗമല്ലായിട്ട് പുറമെ പണിക്ക് പോയിട്ട് വരുമ്പോഴത്തേന് അവർ ഇങ്ങനത്തെ പണിത്തരങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഭയങ്കര മോശം പരിപാടിയായി. അത് നമ്മളെങ്ങനെയായാലും ഒരു മാസം കൂടുതൽ പിന്നെ അങ്ങനെ പൈസ അടക്കാനുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് അടക്കുവരും. കയ്യിൽ പൈസ പുറമേ നിന്ന് പണിയെടുത്തിട്ട് വേണം ഇവിടെ കൊണ്ടുവന്നിട്ട് ജീവിക്കണമെങ്കിൽ തന്നെ. ഈ അണ്ടിയും കുരുമുളകും കുറച്ച് ഉണ്ട് ആടെ ഈടെയായിട്ട്. അത് കുറച്ച് ആകുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗം നമ്മൾ തേടണ്ട എന്തായാലും. ഇവിടെ തന്നെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പാമ്പിൻ്റെ ഉള്ളിൽ ഈ കാടും വലിച്ച് ഈ ആനേനെ തിന്നുമാതിരി കാടും പുല്ലും തിന്നാനാ ഇവിടെ ഇരിക്കുക. ഇല്ലെങ്കിലും നമ്മളെ വയറിനുള്ളത് എന്തെങ്കിലും ഭക്ഷണം മേടിക്കാനുള്ള പൈസ എങ്ങനെ ആയാലും നമ്മൾ ഉണ്ടാക്കണ്ടേ. പുറമെ പോയെങ്കിൽ അത് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിരുന്നാലും ഉണ്ടാവില്ല. അതും പേടിച്ച് പറിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. രാവിലെ പോകുമ്പോൾ പുറത്ത് പണിക്ക് പോയാൽ എവിടെയാണ് അണ്ടി വറക്കാനാണ് പോവുക? അല്ല, ഫാമിലി മരത്തിൻ്റെ പണിക്കായാലും പിന്നെ മുളക് പറിയായാലും പിന്നെ തൂമ്പ പണിയായാലും എന്ത് പണിക്കും പോകുന്നതാണ്. കല്ലിൻ്റെ പണിയായാലും എല്ലാ പണിയും എടുക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു പേടിയാണ്. ഇപ്പോൾ ഒരു പേടി സ്വപ്നം പോലെയാണ് ഈ പാമ്പിൻ്റെ ഉള്ളിൽ. ഒരു വഴിവിളക്കിന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ആ വഴിവിളക്ക് ഇതുവരെയായിട്ടും ആരും അത് ചെയ്തിട്ടുമില്ല. ഇതുവരെയായിട്ട് ആ ഭാഗത്തേക്ക് ആരും മനസ്സ് വെച്ചിട്ടുമില്ല. ഈ സ്ഥലം കിട്ടിയ അന്ന് മുതൽ ഞാൻ പറയുന്നതാണ്, ഇവിടെ ഒരു വഴിവിളക്ക് എന്തായാലും വേണം. നമ്മൾ ആനയിറങ്ങുന്ന സ്ഥലമാണ്, കൃത്യം ആനയിറങ്ങുന്ന സ്ഥലമാണ് ഇത്. സ്കൂളിൻ്റെ അടുത്ത് സ്കൂളുണ്ടല്ലേ? അടുത്ത് തൊട്ടപ്പുറം സ്കൂളല്ലേ? സ്കൂള് അതിൻ്റെ തൊട്ടപ്പുറത്ത് സ്കൂളും ഉണ്ട് കേട്ടോ. അവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണേ. അവിടെ ഒത്തിരി പിള്ളേർ പഠിക്കുന്നതല്ലേ? ഒത്തിരി പിള്ളേർ പഠിക്കുന്നതാണ്. ഇത് മരുഭൂമി ആക്കേണ്ട ആവശ്യമില്ല. ഇത് മൊത്തം വെട്ടിത്തെളിക്കാനുള്ളത് അത് കരാറ് എല്ലാവരെയും നിർത്തിയിട്ട് കരാറ് കൊടുത്ത് ഇത് ചെയ്യിക്കേണ്ടത് ഈ സർക്കാർ. അങ്ങനെ ഒരു പണി ഈ ഭൂമിക്കകത്ത് എന്തെങ്കിലും ഈ പാമ്പും കാടും എല്ലാം വെളിച്ചാവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അതും ചെയ്ത് വെച്ചെങ്കിൽ ആന എവിടെയും നിൽക്കൂല. ആന കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. ഈ കാട് ഈ കൊടുത്ത സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കാട് കയറി കിടന്നു കഴിഞ്ഞാൽ ആന കാട്ടിലുണ്ടാവുള്ളൂ, ഈ പറമ്പത്തെല്ലാം ഉണ്ടാവുള്ളൂ. 43, 44, 45 ആനകളാണ് ഇതിൻ്റെ അകത്തുള്ളത് നിറഞ്ഞു നിൽക്കുന്നത്. ഈറ്റങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിന്ന് തെളിച്ച് ഒരു ഭാഗത്തേക്ക് വിടുമ്പോഴത്തേന് ഇങ്ങേ ഭാഗത്ത് കൂടി കയറി വരും. ഇങ്ങേ ഭാഗത്ത് നിന്ന് തെളിച്ച് അപ്പുറത്ത് വിടുമ്പോഴത്തേന് അങ്ങേ വശത്ത് കൂടി തിരിഞ്ഞു വരും. ഈ ഫാം വിട്ട് പോകുന്നില്ല. ഫാം വിട്ട് പോകുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ അവരൊരു ഫോറസ്റ്റായിട്ടാണ് കണക്കിലെടുത്തേക്കുന്നത്. ഇല്ലാത്ത മൃഗങ്ങൾ വളരെ കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ. പന്നിയായാലും മാലാനായാലും മാനായാലും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. മയിൽ, പിന്നെ കുറുനരിയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ എവിടെയും കൺമുന്നിൽ വരുന്നുമില്ല പെരുമ്പാമ്പ്. ഈനെല്ലാം പേടിച്ചിട്ടാണ് ഈ കാട് വെട്ടി തെളിക്കാണ്ട്
ഇങ്ങനെ കാട് കയറ്റിയിട്ടേക്കുന്നത്. ഇത് ആളെ നിർത്തി അവർ ഈ കാട് അവർ കൊടുക്കാത്ത സ്ഥലങ്ങൾ വൃത്തിയാക്കി ഇടാനുള്ള സംവിധാനം അതും കൂടി ചെയ്ത് കിട്ടിയെങ്കിൽ അത്രയും നല്ലതായിരുന്നു. ഏതായാലും ചേട്ടൻ സംസാരിക്കുന്നതെല്ലാം ചേട്ടൻ്റെ വിഷമമാണ് കേട്ടോ. ഏതായാലും നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഈ മീറ്റർ ഒരു എത്ര മാസത്തെ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു? ഇത് 2 മാസത്തെ പൈസ അടക്കാനുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപയാണ് ബില്ല് വരുന്നത് സാധാരണ? നമുക്ക് ഒരു മാസത്തെ ബില്ല് പിന്നെ കുറവേ ഉള്ളൂ. പക്ഷേ കുറവായാലും ഏകദേശം എത്ര വരും? ഒരു 150 രൂപ വരും. അതായത് 150 രൂപ ബില്ല് വരുന്ന ഒരാളുടെ മീറ്ററാണ് അവർ ഊരിക്കൊണ്ട് പോയത്. ഇത് ഒരു ദിവസം പോലും ഒരു മാസം പോലും ഇത് അടക്കാണ്ടില്ല. ശരിക്കും 2 മാസം നിങ്ങൾ അടയ്ക്കാനുള്ളൂ? 2 മാസമേ അടക്കാനുള്ളൂ. അതായത് 150 പോട്ടെ, 200 വെച്ച് കൂട്ടിയാൽ 400 രൂപ. അത് കൂടുതൽ വരികയല്ല. ചെമ്പാടാവാത്ത് ശ്രീകണ്ഠാപുരം അവിടെ പണിക്ക് പോയി പോകമേ. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും സംഭവം ഇങ്ങനെ തന്നെ. നിങ്ങളുടെ മാത്രമാണ്? വേറെ ആൾക്കാരെ ഒന്നും ഉരിയില്ല. ഇല്ലല്ലേ? ഇത് പോർസുകാരെ നമ്പറാണ്. ഇത് അവർ രാവിലെ എഴുതി തന്നിട്ട് പോയ നമ്പറാണ്. അവർ വന്നായിരുന്നു ഇവിടെ. ഇത് നിങ്ങൾ എഴുതിയ? അല്ല, ഇത് അവരെഴുതി വെച്ചത്. ഈ നമ്പറിൽ വിളിച്ചാൽ ഏത് സമയത്തും വരും. ഇത് നമ്പർ എഴുതുന്ന ഒരു സ്ഥലമായി മാറിയില്ലേ മൊത്തം? ഇതിപ്പോൾ ഇതെൻ്റെ നമ്പറാണ്, എൻ്റെ ഫോൺ നമ്പർ. ഏതായാലും ഞാനിവിടെ കണ്ട ഈ ഒരു സംഭവം ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്താ പറയുക, ഈ ഒരു 400 രൂപയുടെ ബില്ലൊക്കെ വരുന്ന ഒരു വീട്ടിൽ ഒരു മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ കറണ്ട് ബില്ല് അടച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ മീറ്റർ ഊരിക്കൊണ്ട് പോരാ. അതും ഇതുപോലെ ആനശല്യമുള്ളൊരു പ്രദേശത്ത് മീറ്ററൊക്കെ ഊരിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മനസാക്ഷി ഇല്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഇവരൊക്കെ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവർക്ക് വെളിച്ചം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എത്ര ഉപകാരം, എന്തൊക്കെ ആവശ്യങ്ങൾ അവർക്കിവിടെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ വീടിൻ്റെ ഷെഡും വാതിലുകളും ഒക്കെ നമ്മൾ കണ്ടാണ്. ഒരു രാത്രി മുഴുവൻ ആന ഇവരുടെ വീടിന് ചുറ്റും പരിസരത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. പൊളിച്ചതാണ് ഈ വേലിമുള്ള അത് മൊത്തം പൊളിച്ചതാണ്. ഈ വേലി ഓരോ സ്ഥലത്ത് മൊത്തം പൊളിച്ചതാണ്. അത് മൊത്തം ആനയുടെ പരിപാടി കേട്ടോ. ഇതൊക്കെ ആന ഓരോ പ്രാവശ്യം വന്ന് ഇത് മൊത്തം വേലി കെട്ടിയാണ് ഇതൊക്കെ ആന കളയുന്ന കേട്ടോ. സംഭവം ഇതല്ലേ, ആനേൻ്റെ പണിയല്ലേ ഇത്. രാത്രിക്ക് എന്തോ ഭാഗ്യത്തിന് ഇവിടുന്ന് ഓടിപ്പോയില്ലെങ്കിൽ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലേ ജീവനം എടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്ന കാഴ്ചകളാട്ടോ. ഇത് മൊത്തം പോയതാ. ഇത് മൊത്തം പോയതാ. ഇന്നലെ രാത്രി ചെയ്തത്. 7 മണിയാകുമ്പത്തേന് ആന വരുന്നത് ഫുള്ള് കശ്മാവൊക്കെ പിടിച്ച് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതാണ് പരിപാടി. ഇത് മൊത്തം പോയതാ. അതുപോലെ ഇതുണ്ടോ, മീറ്റർ ഊരി കൊണ്ടുപോയി അവർ. ഇവർക്ക് കറണ്ടില്ല, അതും വലിയൊരു പ്രശ്നമാണ്. ഒരു TRD എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അവർ നോക്കുകുത്തികളെ പോലെ ഇരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒരു സൈറ്റ് മാനേജറെയും 10 പ്രൊമോട്ടർമാർ ഇതിൻ്റെ ഉള്ളിൽ നിയോഗിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നതെന്നും കൂടി വിലയിരുത്തണം. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുനരധിവസിക്കുമ്പോൾ ഒരു TRD മിഷൻ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നതും കൂടി ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. മെഴുതിരി കത്തിച്ചിട്ടൊന്ന് മണ്ണെണ്ണയാണെങ്കിലും മണ്ണെണ്ണയില്ല. മെഴുകുതിരി കത്തിച്ചാലോചിക്കുന്നത്. അതായത് നമ്മുടെ 7-ാം ബ്ലോക്കിലെ 3-ാം നമ്പർ പ്ലോട്ട്, അതിൽ കുറേ നാളായി നിങ്ങൾ ഊരിക്കൊണ്ട് പോയിട്ട്, കറണ്ട് ഊരിക്കൊണ്ട് പോയിട്ട്, ഇതിൻ്റെ മീറ്റർ ഊരിക്കൊണ്ട് പോയിട്ട് ഒന്ന് പുനഃസ്ഥാപിക്കാൻ എന്താ ചെയ്യേണ്ടത് സാറേ? കൺസ്യൂമർ നമ്പർ 10-376. കൺസ്യൂമറാ?
ഓ 376. അതെന്താ? എടി ഞാനെല്ലാം സമയത്ത് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണേ. 10,376. പിന്നെ അവർക്ക് പെട്ടെന്ന് ഫീഡറിൽ പോയിട്ട് അവർക്കൊരു കോൾ വന്നിട്ടുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്താ. ഇവിടെ ഇന്നലെ രാത്രി ഞാൻ ഈ നിൽക്കുന്ന വീട്ടിൽ ആന വന്ന് ഈ വീടിൻ്റെ കതക് എല്ലാം തകർത്ത്, അത് കൂടാതെ ഈ വീട്ടുകാർ മുഴുവനും ജീവാപായം സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് എന്തോ എന്ന് ഭാഗ്യം കൊണ്ട് ഈ കുടുംബം ഇന്നലെ രക്ഷപ്പെട്ടത്. ഇവിടെ 7-ാം ബ്ലോക്കിൽ 3-ാം നമ്പർ പട്ടയമാണ് ഇവർക്ക് കിട്ടിയത്. അതായത് ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു ബ്ലോക്കിൽ 3-ാം നമ്പർ പട്ടയക്കാരൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടേതായ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിൽ പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മുൻകൂറായിട്ട് സാധാരണഗതിയിൽ 3-ാം നമ്പർ പട്ടയക്കാരെന്ന് പറയുമ്പോൾ ഒരു വഴിയാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു പരിഗണനയും മുന്തിയ പരിഗണനയോ ഇനി അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് 1, 2, 3 ആ ഗണത്തിൽ വരേണ്ടതാണ്. പക്ഷേ ഈ പാവങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംവിധാനം എത്രയോ കാലങ്ങളായത്ര ഈ ഇവിടുത്തെ മീറ്റർ എടുത്തുകൊണ്ട് പോയിട്ട് ഇത് ഒരു വീട്ടിലും 2 വീട്ടിലും ഉള്ള സ്ഥിതിയല്ല. പല വീടുകളിലും പണിക്ക് പോയാലല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ വീട്ടിലെ ഉപജീവനത്തിനുള്ള പണിക്ക് പോയാലല്ലാണ്ട് പറ്റുമോ? രാത്രി മുഴുക്കെ ആനേനെ ഭയന്നിട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും കൂടി. ഈ ഒരവസ്ഥ ഇവർക്കാണെങ്കിൽ പണിക്ക് പോകാൻ കഴിയുന്നില്ല. പണിയാണെങ്കിൽ നാട്ടിൽ ആവശ്യമായ പണി കൊടുക്കാൻ, തൊഴിൽ കൊടുക്കാൻ നമുക്ക് സംവിധാനങ്ങളുമില്ല. ഇവിടുന്ന് ഒരാൾ ഒരു പണിക്ക് പോകണമെങ്കിൽ തന്നെ രാവിലെ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് കയറി കീപ്പള്ളിയിലോ കാക്കങ്ങാടോ എത്തണമെങ്കിൽ 150 രൂപ ഓട്ടോറിക്ഷ ചാർജ് കൊടുക്കണം. ആ പണിയും കയറി തിരിച്ച് വരുമ്പോൾ ഇവന് കിട്ടും ആകെ 600 രൂപ. തിരിച്ച് അങ്ങ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതേ 150 രൂപ ഇവിടുത്തെ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇവർക്കുള്ള ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ക്ലേശങ്ങൾ ആരും പുറത്തുള്ളവരാരും മനസ്സിലാക്കുന്നില്ല, അധികൃതരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഈ വീടിൻ്റെ കറണ്ട് പോയിട്ട് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് എന്നുള്ള നിലക്ക് ഈ പാവങ്ങളുടെ കറണ്ടിൻ്റെ പൈസ അടക്കാൻ 1,80,00,000 രൂപ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഈ KSEBക്ക് ഡെപ്പോസിറ്റ് ചെയ്ത പൈസ അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് 1,80,00,000 റുപ്യക്കകത്തുനിന്ന് എന്തായാലും അതിൻ്റെ ഇൻട്രസ്റ്റ് ഫണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു 10 ലക്ഷം ഉറുപ്പ്യെങ്കിലും അവിടെ ബാലൻസ് ഉണ്ടാവും. ആ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം ഉറുപ്പ്യെങ്കിലും ആ അക്കൗണ്ടിൽ KSEBിൻ്റെ അക്കൗണ്ടിൽ കാശ് കിടക്കുന്നുണ്ടാവും. ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് എന്നുള്ള നിലക്ക് ഈ പാവങ്ങളുടെ ആരാണോ കുടിശ്ശികയായിക്ക് കിടക്കുന്നത് ആ കുടിശ്ശിയായിരിക്കുന്ന ആൾക്കാർക്ക് കലക്ടർ ഉത്തരവിടുക കൊണ്ടു ആ കാശിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അതങ്ങ് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇനി മേലിൽ ഇയാളോട് പറയുന്നു നിങ്ങൾ ഇനി മേലിൽ പണിയെടുക്കാൻ പാടില്ല എന്ന്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഡിസ്കണക്ട് ചെയ്താൽ മീറ്റർ ഊരിക്കൊണ്ടുപോയി ഡിസ്കണക്ട് ചെയ്താൽ പിന്നെ അവന് പുനഃസ്ഥാപിക്കണ്ടെങ്കിൽ നിയമപരമായി വീണ്ടും റീവയർ ചെയ്യണം എന്നതാണ് ഇവർ പറയുന്ന വ്യവസ്ഥ. ഈ റീവയറിങ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഈ കൂരയൊന്ന് റീവയർ ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 25,000 രൂപ വേണം. ഒരു കൂനിന്മേൽ കുരു പോലെ ഈ പാവങ്ങൾക്ക് രണ്ടാമത് റീവയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള നിയമപരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് ഈ പാവങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഇവർ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലോകമറിയണം. ഇവരിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. കാട്ടാനയാണെങ്കിൽ ആട് മേയും പോലെയാണ് ഇതിലെ കൂടി ആന മേയുന്നത്. ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിൽ മിനിഞ്ഞാന്ന് 11 മറ്റൊരു വീട്ടിൽ വേറൊരു പയ്യനെ വഴിക്ക് വെച്ചിട്ട് ഓടി വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് തടഞ്ഞു വെച്ചു. ഇന്നലെ ഒരുത്തൻ്റെ ഷർട്ടിന് കയറി പിടിച്ചപ്പോൾ അവൻ ഷർട്ട് പകുതി ആനയ്ക്ക് കൊടുത്തിട്ട് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ ഒരുത്തനെ അടിച്ച് നിലത്തിട്ട് അവൻ ആശുപത്രി കിടക്കുന്നു. ഒരുത്തനെ 2 പേരെ കൊന്നിട്ട് 2 ആഴ്ചയായിട്ടില്ല
ഇപ്പം പരാക്രമണം നടക്കുകയാണ്, ഈ ആനയുടെ പരാക്രമം. ആ പരാക്രമം നടക്കുന്ന ഈ സമയത്ത് പോലും ഇതിനകത്തേക്ക് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനോ ഇതിൻ്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇതിൻ്റെ സന്ദേശം അയക്കാനോ ബന്ധപ്പെട്ട അധികൃതർ ആരും തയ്യാറാകുന്നില്ല. ഞങ്ങൾ പിന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഈ പാവങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ കൊള്ളുകയെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അത് നമ്മളോട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ അധികൃതരോട് നിങ്ങളെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു പോയാണ് പിന്നെ നമ്മളോടെന്ന് വെച്ചാൽ പിറ്റേ ദിവസം മുതൽ നമ്മളെ തെറി പറഞ്ഞ് നടക്കുകയാണ്. പാവങ്ങളെ മുമ്പിൽ വെച്ച് ഈ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ തെറി പറയുക. അവനെ വിളിച്ചാൽ നീ എന്നെ വിളിക്കൊന്നും വേണ്ട, നീ എന്നെ പിന്നെ ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിനെ തെറി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവളെ തെറി പറയുക. അപ്പോൾ അത്തരത്തിലുള്ള സംസ്കാരമാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ ജനങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കും എന്നൊന്നും തോന്നുന്നില്ല. ജനങ്ങൾ ഒരു ദിവസം എല്ലാം ഒന്നിച്ചിറങ്ങും. ഇറങ്ങിയാൽ അതിൻ്റേതായ ഫലം അനുഭവിക്കേണ്ടി വരും എന്നേ എനിക്ക് പറയാനുള്ളൂ. അവർ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. അതുപോലെ തന്നെ ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു രാത്രി മുഴുവൻ ആന അവിടെ വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് വരുത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. അവരുടെ കറണ്ടിൻ്റെ കാര്യം അതൊക്കെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 100-150 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു വീട്ടുകാർ 2 മാസം കറണ്ട് ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞ് അവരുടെ കറണ്ട് പോലും കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത്തരം ഒരു സ്ഥലത്ത് ഒരു കറണ്ടും കൂടെ ഇല്ലെങ്കിലത്തെ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ഒന്ന് ആലോചിച്ചൊക്കെ. വെള്ളം പോലും ഇവർ കുറേ കിലോമീറ്ററുകൾ ചുമന്നാണ് കൊണ്ടുവരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും എല്ലാം കൊണ്ടും ഇവിടെയുള്ള ആളുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാനില്ല. വലിയ ഒറ്റപ്പാടിൽ തന്നെയാണ് ഈ മനുഷ്യരുള്ളത് കേട്ടോ. നമ്മൾ നിരന്തരം ആറളം ഭാഗത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.